രാജ്യ തലസ്ഥാനം മണിക്കൂറുകൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങവേ ഭരണകക്ഷിയായ AAPക്കും കൺവീനർ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. AAPക്ക് നിലവിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ദില്ലിയിൽ അവർ വലിയൊരു കൂപ്പുകുത്തലിലേക്ക് കടക്കുമെന്നാണ് അവസാന നിമിഷം അറിയുന്നത്. ഡൽഹി സർക്കാർ കുംഭകോണങ്ങളിലും അഴിമതിയിലും പ്രവർത്തിക്കുകയാണെന്നും നുഴഞ്ഞുകയറ്റക്കാർക്ക് വരെ അഭയം നൽകുകയാണെന്നുമുള്ള വ്യാപകമായ ഒരാക്ഷേപം ഇപ്പോൾ അത് രാജ്യത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു AAP വിരുദ്ധ തരംഗം ദില്ലിയിൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 52 ആം ആദ്മി പാർട്ടി MLAമാരിൽ 26 പേർക്കും ടിക്കറ്റ് നൽകാതിരുന്നത് തന്നെ ഡൽഹിയിൽ ആ പാർട്ടി തോൽക്കുമെന്നും MLAമാർ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചില്ല എന്നുമുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഡൽഹിയിൽ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ ഒരു തോൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു പക്ഷേ ഡൽഹിയിൽ തൂക്കുമന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത്. സർക്കാർ അഴിമതി നടത്തുകയാണെന്നും നുഴഞ്ഞുകയറ്റക്കാർക്ക് സഹായം ചെയ്യുന്നുവെന്നും പലരും ആക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ബാധിച്ചിട്ടുമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ആഡംബര സൗകര്യമുള്ള 50 യാർഡ് ബംഗ്ലാവ് ഉണ്ടാക്കി. അതുപോലെ ശീഷ് മഹൽ ഉണ്ടാക്കിയ 51 കോടി രൂപയുടെ മാത്രമല്ല ആയിരക്കണക്കിന് കോടിയുടെ അഴിമതികൾ വേറെയും നടത്തിയെന്നും വാർത്തകൾ വരുന്നു. പിന്നീട് AAPക്കെതിരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെയുമുള്ള അഴിമതി കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം എടുത്തിട്ടിരിക്കുകയാണിപ്പോൾ. മദ്യ കുംഭകോണം, അതുപോലെ 28,000 കോടിയുടെ ജൽ ബോർഡ് അഴിമതി, 5,600 കോടിയുടെ റേഷൻ വിതരണ അഴിമതി, 4,500 കോടിയുടെ DTC ബസ് അഴിമതി, 1,300 കോടിയുടെ ക്ലാസ് റൂം അഴിമതി, അതുപോലെ ബസ്സുകളിലെ പാനിക് ബട്ടൺ 500 കോടിയുടെ അഴിമതി ഏകദേശത്തോളം വരുന്നു. അതുപോലെ 157 കോടി രൂപയുടെ CCTV അഴിമതി എന്നിവയും കേന്ദ്രം പുറത്തെടുത്ത ഈ അന്വേഷണത്തിലുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് ലവലേശമെങ്കിലും സത്യമുണ്ടെങ്കിൽ പ്രബുദ്ധരായ ദില്ലിയിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി പറ്റിക്കാൻ അരവിന്ദ് കെജ്രിവാളിനാകില്ല. അതാണ് അവസാന നിമിഷങ്ങളിൽ വ്യക്തമാകുന്നത്. ഒന്നുകിൽ തൂക്കുമന്ത്രിസഭ, അല്ലെങ്കിൽ AAPക്ക് പകരം മറ്റൊരു കക്ഷി ദില്ലി ഭരിക്കും.